ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അറ്റംപ്റ്റ് എനി 5 ഫ്രം ദി 7 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് 7 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് അറൗണ്ട് അസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ്. നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് പ്ലാന്റ്സുകളെ, കുറച്ച് ചെടികളെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആക്കിയിട്ട് ഇവിടെ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഹിബിസ്കസ് ചെമ്പരത്തി, തുളസി ആൻഡ് ബ്ലാക്ക് ബോർഡ് ട്രീ, ഏലംബാല ഈസ് ഗിവൺ. താഴെ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, തുളസി തന്നിട്ടുണ്ട്, ഏലംബാലയുടെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചിത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കുക. അതിൻ്റെ ലീവ്സ് ഓരോ ചെടിയുടെയും വ്യത്യസ്തമായിട്ടാണുള്ളത്. ഹിബിസ്കസ് ചെമ്പരത്തിൻ്റെ ലീവ്സ് നോക്കിക്കുക, ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടാണുള്ളത്. തുളസിയുടേത് ഓരോ പേറായിട്ടാണുള്ളത്. ഏലംബാലയുടേത് ഒരു സർക്കിൾ പോലെ ഒരുമിച്ച് അങ്ങനെ കൂടിയിട്ടാണ് അതിൻ്റെ ഇലകളുള്ളത്. ഇനി താഴെ നിങ്ങൾക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദി പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദെയർ ലീവ്സ്, പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. നിങ്ങൾക്ക് താഴെ ഓപ്ഷൻസിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ നെയിംസ് തന്നിട്ടുണ്ട്. ഈ ചെടികളൊക്കെ അതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുക, വേർതിരിക്കുക. എന്നിട്ട് ഇതിന് യോജിച്ചൊരു തലക്കെട്ടും നിങ്ങൾ നൽകുക. 3 ടൈപ്പിലാണ് ലീഫ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. നിങ്ങൾ ആദ്യത്തെ ചിത്രം നോക്കിക്കുക, ഹിബിസ്കസിൻ്റെ, ചെമ്പരത്തിയുടെ. അതിന് നമ്മൾ പറയുന്നതാണ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് എന്ന്. രണ്ടാമത്തത് തുളസിയുടെ ലീഫ് നോക്കിക്കേ. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഏലംബാലയുടെ നോക്കിക്കേ, അതുപോലെയുള്ള ഒരു റൗണ്ട് ആയിട്ട് വരുന്ന ലീഫ് അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ വോൾഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ 3 തലക്കെട്ടുകളിലായിട്ടാണ് നമുക്ക് താഴെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യേണ്ടത്. ആൾട്ടർനേറ്റീവിൻ്റെ ഹെഡിങ്ങിൽ വരുന്നതാണ് സൺഫ്ലവറും മാംഗോവും. ഇതിന് ചെമ്പരത്തിയിലെ പോലെയാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാവുന്നത്. സോ നമുക്ക് ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിൽ സൺഫ്ലവർ, മാംഗോ എന്ന് എഴുതാം. അടുത്തത് വരുന്നതാണ് ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ്. തുളസിയുടെ ചിത്രം നോക്കിക്കേ, അതേപോലെ ഇലകൾ വരുന്നത്. അതിൽ വരുന്നതാണ് ഗ്വാവ, പേരയ്ക്ക, പിന്നെ തുമ്പ. അടുത്തത് 3ാമത്തെ ഹെഡിങ് വരുന്നതാണ് വോൾഡ് അറേഞ്ച്മെൻറ്റ് എന്നുള്ളത്. ഏലംബാലയുടേത് പോലെയാണ്. അതിലാണ് ഒലിയാൻഡറും ഗോൾഡൻ ട്രംഫറ്റും ഒക്കെ വരുന്നത്. ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദെയർ എ നെസസിറ്റി ഫോർ പ്ലാന്റ്സ് ടു ഹാവ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ചെടികളുടെ ഇലകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തതിൽ എന്തെങ്കിലും ആവശ്യകത, നെസസിറ്റി ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ വിശദീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യാമെന്നാണ്. നമ്മുടെ ഉത്തരം എന്താണ്? യെസ്. എന്താണ് ആവശ്യകതയുണ്ട്? എന്താണ് കാരണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 18ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. ഓരോ ചെടികളുടെയും ഇലകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ചെടിക്ക് മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ്. സോ ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ സി ആണ്. ഐ ഹെൽപ്പ് പ്ലാന്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഞാൻ ചെടികളിലെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ഐ ആം ഗ്രീൻ ഇൻ കളർ. ഞാൻ പച്ച നിറമാണ്. മൈ പ്രസൻസ് ഈസ് ദ റീസൺ വൈ പ്ലാന്റ്സ് അപ്പിയർ ഗ്രീൻ. ഞാനുള്ളത് കൊണ്ടാണ് ചെടികൾ പച്ച നിറത്തിലുള്ളത്. ക്യാൻ യു നെയിം മീ? എന്നെ പറയാമോ, എൻ്റെ പേര് പറയാമോ എന്നാണ്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 19ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. ഗ്രീൻ കളർ കൊടുക്കുന്നത് ക്ലോറോഫിൽ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് മറ്റു ഓപ്ഷനിൽ തന്നിട്ടുള്ളതെല്ലാം ഏത് കളറാണ് നൽകുന്നതെന്ന് കൂടി ഇവിടെ പഠിച്ചേക്കാം. ആന്തോസിയാനിൻ ഏതാണ്? റെഡ് കളറാണ്. കാരോട്ടിൻ ഓറഞ്ച് കളറാണ്. ക്സാന്തോഫിൽ യെല്ലോ കളറാണ് നൽകുന്നത്. ഇതും കൂടി പഠിച്ചു വെക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 1 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ദ കോട്ടിലേഡൻ ഓഫ് ബീൻ, അതായത് ബീൻ എന്ന് പറഞ്ഞാൽ പയർ, ആൻഡ് ദി മൈസ് എന്ന് പറഞ്ഞാൽ ചോളം, ആർ ഗിവൺ. നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ ചോളത്തിൻ്റെയും പയറിൻ്റെയും കോട്ടിലേഡനാണ് തന്നിട്ടുള്ളത്. ദീസ് പ്ലാന്റ്സ് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസസ്.
പക്ഷെ ഈ രണ്ട് ചെടികൾക്കും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള താഴെയുള്ള ചോദ്യം നോക്കിക്കേ. കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാന്റിന്റെ പേര് എഴുതുക ആദ്യത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ ആ പ്ലാന്റിന്റെ വീനേഷൻ എഴുതുക, മൂന്നാമത്തെ കോളത്തിൽ റൂട്ട് ടൈപ്പ് എഴുതുക. സോ നമുക്ക് എഴുതാം. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചെടികളുടെ പേരെന്താണ്? ബീൻ പയറാണ്, പിന്നെ മൈസ് ചോളം. ഈ രണ്ട് ചെടികളുടെ പേരും നിങ്ങൾ അവിടെ പ്ലാന്റ് എന്ന കോളത്തിൽ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ബീനിന്റെ വീനേഷന് ബീൻ്റെ നേരെ എഴുതി കൊടുക്കുക. അടുത്തത് നിങ്ങൾ രണ്ട് ടൈപ്പ് ഓഫ് വീനേഷൻ പഠിച്ചിട്ടുള്ളതാണ്. റെറ്റിക്കുലേറ്റ് വീനേഷനുമുണ്ട്, പാരലൽ വീനേഷനുമുണ്ട്. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിത്രത്തിൽ ഒന്നാമത്തേത് കാണുന്നില്ലേ, ആ ഇല, അതായത് ഒരു മെയിൻ ആയിട്ട് ഒരു വീൻ, ഒരു നാരുണ്ടാവും, അതിൽ നിന്ന് സ്മോൾ ആയിട്ട് ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് വേറെ വീൻസ് ഉണ്ടാവും. അതിനാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. അതായത് എ മെയിൻ വീൻ എക്സ്റ്റെൻഡിങ് ഫ്രം ദി നോഡ് ഓഫ് ദി ടിപ്പ്. മുകളിലത്തെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വീൻ ഉണ്ടാകും. മെനി സ്മോൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഓഫ് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ലിങ്ക്സ് ഓഫ് നെറ്റ്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരുപാട് വീൻസ്, വേരുകളും ബ്രാഞ്ചസ് പോലെ ഒരു നെറ്റിലുള്ളതുപോലെ ഉണ്ടാവും. അതിനാണ് റെറ്റിക്കുലേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്നാൽ പാരലൽ വീനേഷൻ എന്താണ്? എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആ പേരിൽ തന്നെ ഉണ്ട്, പാരലലായിട്ടുള്ള ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ഇതിലൂടെ ചിത്രം നോക്കിക്കേ. പാരലലായിട്ട് ഒരേ ഗ്യാപ്പിൽ ഒരേപോലെ താഴെ നിന്ന് മുകളിലോട്ടുള്ള ഇങ്ങനെ നാല് വീൻസ് ആയിരിക്കും. അതിനാണ് പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. ഈ വീൻസ് തമ്മിൽ ടച്ച് ചെയ്യില്ല, പരസ്പരം തൊടാതെയാണ് പോവുക. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ബീനിന് ഏത് വീനേഷൻ ആണുള്ളതെന്നാണ് ചോദിച്ചത്. അതായത് പയറിൻ്റെ വീനേഷൻ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു നെറ്റ് പോലെ പല പല ബ്രാഞ്ചസ് ആയിട്ടാണ് അതിൻ്റെ ഇലുള്ളത്. ഇനി മൈസ്, അതായത് ചോളത്തിൻ്റെ വീനേഷൻ എന്ന് പറയുന്നത് പാരലൽ വീനേഷൻ ആണ്. പരസ്പരം തൊടാതെ ഓരോ വീൻസും താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പരസ്പരം തൊടാതെ പോകുന്നതാണ്. അതുകൊണ്ട് പാരലൽ വീനേഷൻ ആണ്. അടുത്തത് റൂട്ട് ടൈപ്പാണ്. രണ്ട് തരം റൂട്ട് ടൈപ്പാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റവുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും, അതായത് അടിയിൽ നിന്ന് മുകളിലോട്ട് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെം ഉണ്ടാവും. അതിൽ നിന്ന് ചെറിയ ചെറിയ പൊട്ടിമുളച്ച ചെറിയ വേരുകൾ പോകുന്നുണ്ടാവും. അതിനാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേരുകൾ ഒരേപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വളരുന്നതിനാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഞാനിവിടെ പിക്ചർ കാണിക്കാം. പിക്ചർ കാണിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ആദ്യത്തെ ചിത്രത്തിൽ തന്നത് നിങ്ങൾക്കൊരു ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. റൂട്ട്, വേര് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെം ഉണ്ട്, അതിൽ നിന്ന് ചെറിയ വേരുകൾ പൊട്ടിപ്പോകുന്നതാണ്. ഇതിനാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഗ്രാസ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇല പാരലൽ വീനേഷൻ ആണ്. റൂട്ട് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായല്ലോ. നമ്മളിവിടെ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലേ, നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബി ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി എൻഡോസ്പേം ഇൻ മൈസ്? മൈസിലെ എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 62-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ദ ഫുഡ് ഫോർ ദി പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി എൻഡോസ്പേം അണ്ടിൽ ദി സീഡ്സ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീഫ്. അതായത് വിത്ത് മുളച്ച് ഇലകൾ വളരുന്നത് വരെ ഈ ഒരു പ്ലാന്റിന് ഫുഡ് നൽകുന്നത് എൻഡോസ്പേം ആണ്. മനസ്സിലായല്ലോ? അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി നെയിം ഓഫ് ദി പ്ലാന്റ് ദാറ്റ് ഹാസ് ദി സെയിം നമ്പർ ഓഫ് കോട്ടിലെഡൻസ് ആസ് ദി ബീൻ സീഡ്. ബീൻ സീഡിൽ എത്ര കോട്ടിലെഡൻ ആണുള്ളത്? 2 കോട്ടിലെഡൻ ആണുള്ളത്. 2 കോട്ടിലെഡൻ ഉള്ള വേറെ പ്ലാന്റിൻ്റെ എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം മാംഗോ, മസ്റ്റാർഡ് സീഡ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഏരിയയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്, മൈസിന് അതായത് ചോളത്തിന് എത്ര കോട്ടിലിടനാണ് ഉള്ളത്? ചോളത്തിന് 1 കോട്ടിലിടനാണ് ഉള്ളത്. അടുത്തത് ഡി, മൈസ് ലീവ്സ് ഹാവ് പാരലൽ വീനേഷൻ. മൈസിന് ചോളത്തിൻ്റെ ഇലകൾക്ക് പാരലൽ വീനേഷൻ ആണ്. ഐഡൻറ്റിഫൈ ദി പ്ലാന്റ് ഫ്രം ദി ലിസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് പാരലൽ വീനേഷൻ. താഴെ നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ പാരലൽ വീനേഷൻ അല്ലാത്ത ചെടികൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചത്. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ചിക്പി ആണ്, കടല.
ഇനി റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. പേടിക്കും ഷുഗർ കെയിനും വീറ്റിനും പാരലൽ വീനേഷൻ ആണ്. നമ്മുടെ ചോദ്യം പാരലൽ വീനേഷൻ അല്ലാത്ത പ്ലാന്റ് എന്നായിരുന്നു. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ആക്ടിവിറ്റി 2 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റി 2 പറഞ്ഞപ്പോൾ ഡിസ്കസ് ആക്കി പഠിച്ചു അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. India has launched numerous artificial satellites for various purposes. ഇന്ത്യ ഒരുപാട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻസാറ്റ് ആൻഡ് എജുസാറ്റ് ആർ സം ഓഫ് ദം. ഇൻസാറ്റും എജുസാറ്റും അതിൽ 2 എണ്ണമാണ്. ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ ദി മെയിൻ യൂസസ് ഓഫ് ഇന്ത്യാസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആൻഡ് ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ മെയിൻ യൂസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ 99ാമത്തെ പേജിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതൊക്കെയാണെന്നും അതിൻ്റെ മെയിൻ പർപ്പസ് ഫങ്ഷൻ എന്തൊക്കെയാണെന്നും തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഓരോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ പേര് തന്നിട്ട്, അതായത് ഇൻസാറ്റിൻ്റെ ഫങ്ഷൻ എഴുതാൻ അല്ലെങ്കിൽ എജുസാറ്റിൻ്റെ ഫങ്ഷൻ എഴുതാനൊക്കെ തരാം. ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് സാറ്റലൈറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് ഏതാണെന്ന് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്ക് പർപ്പസ് 2ാമത്തെ കോളത്തിൽ തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതാവുന്നതാണ്. അതായത് നമുക്ക് ആൻസർ വരുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, നാവിഗേഷൻ, ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച്, ഡിഫെൻസ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഫങ്ഷൻസിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി നെയിം ഓഫ് ദി ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. GPS-നോട് സാമ്യതയുള്ള ഇന്ത്യൻ സിസ്റ്റം ഏതാണെന്ന് എഴുതാനാണ്. പേജ് നമ്പർ 100 നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. GPS-നോട് സിമിലർ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പേരാണ് ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്തതോ സി ആണ്. ദ സൺ ഈസ് ദി സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സൂര്യനാണ്. എർത്ത് ഓർബിറ്റ്സ് ദി സൺ ആൻഡ് ദ മൂൺ ഈസ് ദി എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ്. ഭൂമി സൂര്യനെ ചുറ്റുന്നു, മൂണ് എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ആൽഫ സെഞ്ചുറി എ ഈസ് ദി ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദി സൺ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ആണ് ആൽഫ സെഞ്ചുറി എ എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ആർ ഡിഫറെൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ് അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് സൈസ്. ചൂസ് ദി കറക്റ്റ് ഓർഡർ. ഇവിടെ ഇൻക്രീസിങ് സൈസിലാണ് താഴെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഓപ്ഷൻസ്. ഇതിൽ ശരിയായ ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? മൂണാണ്, പിന്നെ എർത്ത്, പിന്നെ സൺ, പിന്നെയാണ് ആൽഫ സെഞ്ചുറി എ വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ഇൻ ഹൗസ് ഹോൾഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റവ്സ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്. നമ്മുടെ വീടുകളിൽ വ്യത്യസ്ത രീതിയിലുള്ള അടുപ്പുകളാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ചോദ്യം എ, വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റവ്സ് ആർ മെൻഷൻഡ് എബോവ്. നിങ്ങൾക്ക് മുകളിൽ തന്നിട്ടുള്ളത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റവ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചിത്രത്തിലുള്ളത് വിറകടുപ്പാണ്, ഫയർവുഡ് സ്റ്റവ്. രണ്ടാമത്തേത് LPG അതായത് ഗ്യാസ് സ്റ്റവ് ആണ്. മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് മണ്ണെണ്ണൻ്റെ അടുപ്പാണ്, അതായത് കെറോസിൻ സ്റ്റവ് ആണ്. ഇനി ചോദ്യം ബി, വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ടു എൻഷുർ ദാറ്റ് ഫയർവുഡ് ബേൺസ് വെൽ ഇൻ ട്രഡീഷണൽ സ്റ്റവ്. വിറകടുപ്പിൽ വിറകുകൾ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട്, അതായത് തീ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കണം, അതായത് യൂസ് ഡ്രൈ വുഡ്സ് എന്നെഴുതാം. പിന്നെ നമുക്ക് എഴുതാം, ഈ ഫയർവുഡ് വിറകുകളൊക്കെ വെക്കുമ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്സ് വെച്ചിട്ട് വെക്കുക. നല്ല ടൈറ്റായിട്ട് വെക്കരുത്, കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വിടവിട്ടിട്ട് വേണം വെക്കാൻ. എങ്കിലാണ് എയറിന് പാസ് ചെയ്യാൻ പറ്റുക, എങ്കിലാണ് നന്നായിട്ട് കത്തുക. സോ ഈ 2 പോയിന്റ്സ് നമുക്കിവിടെ എഴുതി കൊടുക്കാം. അടുത്തത് സി ആണ് ചോദ്യം. ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ. കത്താൻ വേണ്ടിയിട്ട് എയർ അത്യാവശ്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അത് എഴുതാം. അതായത് 2 കാൻഡിൽസ്, 2 മെഴുകുതിരികൾ എടുക്കുക, ഒരേ വലുപ്പത്തിലുള്ള 2ഉം കത്തിക്കുക. എന്നിട്ട് അതിൽ ഒരു മെഴുകുതിരി മാത്രം ഒരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുക. അപ്പോൾ എന്താണ്? എന്നിട്ട് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, എന്താണ് സംഭവിക്കുക? ഗ്ലാസ് കൊണ്ട് അടച്ചു വെച്ച മെഴുകുതിരി
എന്താണ് തീ അണഞ്ഞു പോകും. കാരണം എന്താണ്, അവിടെ എയർ ഇല്ല. ഗ്ലാസ് കൊണ്ട് അടച്ചു വെച്ചത് കൊണ്ട് തന്നെ അവിടെ എയർ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഒരു ക്യാൻഡിൽ ബേൺ ചെയ്യുന്നില്ല, കത്തുന്നില്ല. സോ നമുക്കിവിടെ എന്ത് മനസ്സിലായി? കത്താൻ വേണ്ടിയിട്ട്, ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ആവശ്യമാണ്. നമുക്കിവിടെ എക്സ്പെരിമെൻ്റ് എഴുതി നോക്കാം. എയിം, ആദ്യം ലക്ഷ്യം എഴുതാം. എന്തിനാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത്? നമുക്ക് കത്താൻ വേണ്ടിയിട്ട് എയർ ആവശ്യമാണോ, വായു ആവശ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് എഴുതാം ടു ഷോ ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ. ഇനി അടുത്തത് മെറ്റീരിയൽസ് നീഡഡ്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ? നമുക്കൊരു ക്യാൻഡിൽ എടുക്കാം, ഒരു മാച്ച് ബോക്സ്, ഒരു ഗ്ലാസ് ടംബ്ലറും എടുക്കാം. അടുത്തത് നമ്മൾ എഴുതേണ്ടത് പ്രൊസീജിയറാണ്, അതായത് എന്താണ് ചെയ്യുന്നതെന്ന്. ആദ്യം പ്ലേസ് ദ ക്യാൻഡിൽ ഓൺ എ ടേബിൾ ആൻഡ് ലൈറ്റ് ഇറ്റ് വിത്ത് എ മാച്ച് സ്റ്റിക്ക്. അതായത് ഒരു മെഴുകുതിരി എടുക്കുക, അത് മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അത് കത്തിക്കുക. രണ്ടാമത്തത് ലെറ്റ് ദി കാൻഡിൽ ബേൺ ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. എന്നിട്ട് കുറച്ച് സമയത്തേക്ക് ആ ഒരു കാൻഡിൽ കത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തത് മൂന്നാമത്തത് നൗ കവർ ദി ബേണിംഗ് കാൻഡിൽ വിത്ത് എ ഗ്ലാസ് ടംബ്ലർ. ഇപ്പോൾ നമ്മുടെ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ, കുറച്ച് സമയമായിട്ട് അത് കത്തുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളൊരു ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് ആ കത്തുന്ന മെഴുകുതിരി അടച്ചു വെക്കുക. ഇത്രയുമാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. ഇനി എന്താണ് നമ്മുടെ നിരീക്ഷണം, ഒബ്സർവേഷൻ എന്താണ്? ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ്, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ദ കാൻഡിൽ ഫ്ലെയിം ഗോസ് ഔട്ട്. ഈ മെഴുകുതിരിയുടെ തീ എന്താണ്, അണഞ്ഞു പോവും. അതാണ് നമ്മുടെ നിരീക്ഷണം. നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ കണ്ടത് അതാണ്. നമ്മൾ ഗ്ലാസ് ടംബ്ലർ ഉപയോഗിച്ച് അത് മൂടി വെച്ചപ്പോൾ തീ അണഞ്ഞു പോകുന്നതാണല്ലേ കണ്ടത്. അടുത്തത് ലാസ്റ്റ് ആയിട്ട് എഴുതേണ്ടതാണ് കൺക്ലൂഷൻ. എന്താണ് നമ്മുടെ കൺക്ലൂഷൻ, എന്താണ് കണ്ടെത്തലുകൾ? ദ കാൻഡിൽ ഗോസ് ഔട്ട് ബിക്കോസ് ദി എയർ ഇൻസൈഡ് ദി ഗ്ലാസ് ഈസ് യൂസ്ഡ് അപ്പ്. ദിസ് ഷോസ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ. മെഴുകുതിരി അണഞ്ഞു പോകാൻ കാരണം അവിടെ എയർ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് കാണിക്കുന്നത് എന്താണ്, എയർ കത്താൻ വേണ്ടിയിട്ട്, കമ്പഷന് വേണ്ടിയിട്ട് എയർ നെസസറി ആണ്, അത്യാവശ്യമാണ്. നിങ്ങളുടെ പാഠഭാഗത്ത് പറയുന്ന എല്ലാ എക്സ്പെരിമെൻറ്റും നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഏതൊരു എക്സ്പെരിമെൻ്റ് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. ആക്ടിവിറ്റി 4 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് ആക്ടിവിറ്റി 5. നമുക്ക് വായിക്കാം. ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് വൈറ്റ് കെയിൻ ഡേ ദ സയൻസ് ക്ലബ് ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് എ സെമിനാർ. വേൾഡ് വൈറ്റ് കെയിൻ ഡേ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ അംഗവൈകല്യമുള്ളവരെ ആദരിക്കുന്നതായി ഓർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ്. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ എ റിപ്പോർട്ട് ഫോർ ദിസ് സെമിനാർ ഇൻക്ലൂഡിംഗ് ദി ഡിവൈസസ് യൂസ്ഡ് ടു അസിസ്റ്റ് വിഷ്വലി ഇംപെയർഡ് ഇൻഡിവിജ്വൽസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 128 പേജിൽ തന്നിട്ടുണ്ട് കാഴ്ചയ്ക്ക് അംഗവൈകല്യമുള്ളവർ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ കുറിച്ചിട്ട്. അതിനായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ദ സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും ഒക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സിസ്റ്റം യൂസ്ഡ് ബൈ വിഷ്വലി ഇംപെയർഡ് ഇൻഡിവിജ്വൽസ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. എഴുതാനും വായിക്കാനും വേണ്ടിയിട്ട് വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേര് എഴുതാനാണ്. ഇതാണ് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ബ്രെയിലി സ്ലേറ്റ്. അടുത്തത് ചോദ്യം ഓപ്ഷൻ സി ആണ്. ഡിസൈൻ എ പോസ്റ്റർ ഫോർ ദി സ്കൂൾസ് പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ടു പ്രൊമോട്ട് ഐ ഡൊണേഷൻ. കണ്ണ് ദാനത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങളൊരു ബോക്സിലാക്കിയിട്ട് എഴുതണം. എന്നിട്ട് കണ്ണ് ഡൊണേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള 2-3 പോയിൻറ്റ്സ് എഴുതാം. കുറച്ച് പോയിൻറ്റ്സ് എഴുതിയാൽ മതി, 1-2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. എന്നിട്ട് നല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണിൻ്റെ ചിത്രമൊക്കെ വരച്ച് നല്ല ആകർഷകമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് എഴുതാം? ഗിവ് ദ ഗിഫ്റ്റ് ഓഫ് സൈറ്റ് എന്ന് എഴുതാം. യുവർ ഐസ് ക്യാൻ ഗിവ് വിഷൻ ടു സംവൺ ആഫ്റ്റർ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിന് ശേഷം നിങ്ങളുടെ കണ്ണ് മറ്റു ചിലർക്ക് കാഴ്ച നൽകാം. കാഴ്ചയുടെ സമ്മാനം നൽകൂ എന്നൊക്കെ നമുക്ക് പോസ്റ്ററിൽ എഴുതാൻ പറ്റിയ പോയിന്റ്സ് ആണ്. ഓക്കെ, എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. എനിമൽസ് having different organs that help them understand their surroundings. അതായത് എനിമൽസിന് വ്യത്യസ്ത അവയവങ്ങളുണ്ട്, ഓർഗാൻസ് ഉണ്ട്. അത് അവരുടെ ചുറ്റുപാടുകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ദീസ് ആർ കാൾഡ് സെൻസ് ഓർഗാൻസ്. ഇതിനെയാണ് സെൻസ് ഓർഗാൻസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം നോക്കാം. വിച്ച് ഓർഗാൻ ഹെൽപ്സ് ബട്ടർഫ്ലൈസ് റെക്കഗ്നൈസ് ടേസ്റ്റ്. ചിത്രശലഭത്തിന് ടേസ്റ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഓർഗൻ ഏതാണ്? ഓപ്ഷൻസ് നൽകിയിട്ട് ഓപ്ഷൻ എ വിങ്സ്, ഓപ്ഷൻ ബി ആൻറ്റിന,
ഓപ്ഷൻ സി ലെഗ്സ്, ഓപ്ഷൻ ഡി സ്കിൻ. ചോദ്യം ഓപ്ഷൻ ഐ ഹെൽപ്പ് us see the beautiful sights of this world. കണ്ണുകളാണ് നമ്മളെ ഈ ഒരു ലോകത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. വാട്ട് ആർ ദി ഹെൽത്തി ഹാബിറ്റ്സ് വി ഷുഡ് ഫോളോ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹൈ ഹെൽത്ത്? നമ്മുടെ കണ്ണിന് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നല്ലൊരു ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്കിൽ 129 പേജിൽ തന്നിട്ടുണ്ട്. ഡു നോട്ട് റബ് ദി ഐസ്. കണ്ണ് ഇങ്ങനെ റബ്ബ് ചെയ്ത് തിരുമ്മരുത്. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദി ഐ. കണ്ണിന്റെ ഉള്ളിൽ തുടരുത്. ടെലിവിഷൻ കുറേ സമയത്തേക്ക് നമ്മുടെ വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ടി.വി. കാണരുത്. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ, മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് കർച്ചീവ്സ് ഉപയോഗിക്കാതിരിക്കുക. റീഡ് ഇൻ വെൽ ലൈറ്റ് പ്ലേസ്. നല്ല സ്ഥലത്ത് നിന്ന് വായിക്കാം. ഗെറ്റ് ദി ഐസ് ടേസ്റ്റഡ് പീരിയോഡിക്കലി. ഒരു നിശ്ചിത ഇടവേളയിൽ നിങ്ങളുടെ കണ്ണുകൾ പരിശോധിക്കുക. ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫി ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഡയറ്റിൽ ഫ്രൂട്ട്സും ഇലകളും ഇലപ്പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് നമുക്ക് കണ്ണിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ? ഓപ്ഷൻ സി ചോദ്യമാണ്. ദ ഇയർ ഈസ് ദ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്പ് അസ് ഹിയർ. നമുക്കറിയാമല്ലേ, നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സെൻസ് ഓർഗൻ ഏതാണ്? ചെവിയാണ് അല്ലേ. ഹിയറിംഗ് ഇംപാരിമെൻറ്റ് ക്യാൻ ഒക്കർ ഡ്യൂ ടു വേരിയസ് റീസൺസ്. നമ്മുടെ കേൾവിക്ക് ഉള്ള കുറവ് എന്താണ്? പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഡിവൈസ് യൂസ്ഡ് ടു അസിസ്റ്റ് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ലോസ്? കേൾവി കുറവുള്ള ആൾക്കാർ വെക്കുന്ന ഡിവൈസിൻ്റെ പേരേതാണ്? ആൻസർ ഹിയറിംഗ് എയ്ഡ്സ് ആണ്. ഹിയറിംഗ് എയ്ഡ്സ് ആണ് ആർ ഡിവൈസസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഈ ഒരു കേൾവി മാറ്റാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഹിയറിംഗ് എയ്ഡ്സ്. അടുത്തത് ഓപ്ഷൻ ഡി ആണ്. വി നോ ദാറ്റ് ഫുഡ് ടേസ്റ്റ് ബെറ്റർ വെൻ വി ച്യൂ ഇറ്റ് ത്രൂലി. നന്നായിട്ട് ചവച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. വിച്ച് സ്പെഷ്യലൈസ്ഡ് പാർട്ട് ഓഫ് ദി ടങ് ഹെൽപ്പ് അസ് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മുടെ ടങ്ങിൻ്റെ നാവിൻ്റെ ഏത് പാർട്ടാണ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്? ആൻസർ ടേസ്റ്റ് ബഡ്സ് ആണ്. ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 7. ഇൻ ദി അനിമൽ കിങ്ഡം, ഇൻസെക്ട്സ് ആർ എ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ദി ലാർവ ഓഫ് സം ഇൻസെക്ട്സ് ആർ നോൺ ആസ് worms. ചോദ്യം വായിക്കാം. മനു ഈസ് പ്രിപ്പയറിംഗ് എ ടേബിൾ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ദെയർ ലാർവ ഇൻ ക്ലാസ്. Can you check if there are any mistakes and help him arrange them correctly? മനു തയ്യാറാക്കിയിട്ടുള്ള ടേബിളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബട്ടർഫ്ലൈൻ്റെ ലാർവ കാറ്റർപില്ലറാണ്, മോസ്കിറ്റോൻ്റെത് റിഗിൾസ് ആണ്, ബീറ്റിൻ്റെത് ഗ്രബ്സ് ആണ്, ഡ്രാഗൺ ഫ്ലൈൻ്റെത് നയാഡാണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ബി ആണ്. ഒബ്സർവ് ദി ഡയഗ്രാം ഓഫ് ദി മെറ്റമോർഫോസിസ് സ്റ്റേജസ് ഓഫ് കോക്രോച്ച് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇത് നിരീക്ഷിച്ചിട്ട് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ചോദ്യം 1. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദി യങ് വൺസ് ദാറ്റ് ഹാച്ച് ഫ്രം കോക്രോച്ച് ഹെഗ്സ്? കോക്രോച്ചിൻ്റെ എഗ്ഗിൽ നിന്നും ഹാച്ച് ചെയ്ത് വരുന്നതിൻ്റെ പേര് നിംഫ് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കോക്രോച്ച് മെറ്റമോർഫോസിസ്. കോക്രോച്ചിൻ്റെ മെറ്റമോർഫോസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 140 പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന സെയിം ഡയഗ്രാം ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുമുണ്ട്. ഇവിടെ മെറ്റമോർഫോസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതാം. ദേ ആർ കാൾഡ് നീംസ്. നീംസ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കംസ് എ ഫുള്ളി ഗ്രോൺ കോക്രോച്ച്. നീംസ് ആണ് ഓരോ സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് ഒരു ഫുള്ളി കോക്രോച്ച് ആയിട്ട് മാറുന്നത്. these stages the nymph sheds its outer shell many times. ഈ ഒരു സ്റ്റേജിൽ, അതായത് നിംഫ് ഒരു പൂർണ്ണ കോക്രോച്ച് ആവുന്നത് വരെ ആ ഒരു സ്റ്റേജിൽ, ആ ഒരു ടൈമിൽ അതിൻ്റെ പുറത്തോട് ഒരുപാട് തവണ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്തത് ക്വസ്റ്റ്യൻ സി ആണ്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് വേംസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ അസ്, ദേ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് അസ്. ഞങ്ങൾ ഒരുപാട് ജീവജാലങ്ങൾക്ക് ഭക്ഷണമാണ്, ഞങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ദ ഇൻസെക്ട്സ് ദാറ്റ് ഗ്രോ ഫ്രം അസ് പോളിനേറ്റ് മെനി ഫ്ലവേഴ്സ്. ഞങ്ങളിൽ നിന്ന് വളരുന്ന ജീവികൾ പലതരം നിരവധി പൂക്കളെ പോളിനേറ്റ് ചെയ്യുന്നു, പരാഗണം ചെയ്യുന്നു. അടുത്ത പോയിന്റ് എഴുതാം. വി കീപ് ദി സറൗണ്ടിങ്സ് ക്ലീൻ ബൈ ഈറ്റിംഗ് ഡെഡ് ക്രിയേച്ചേഴ്സ് ആൻഡ് ഫുഡ് വേസ്റ്റ്. ഞങ്ങൾ ചുറ്റുപാടും വൃത്തിയാക്കുന്നുണ്ട്. എങ്ങനെയാണ്? നല്ല നശിച്ച ചത്തുപോയ ക്രിയേച്ചേഴ്സിനെ കഴിച്ചുകൊണ്ടും ഫുഡ് വേസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് സറൗണ്ടിങ്സ് വൃത്തിയാക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇൻസെക്ട്സിൻ്റെ വേംസിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട്, ഗുണങ്ങളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. സോ കുട്ടികളെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.